നമസ്കാരം. നിത്യജ്യോതിഷത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ 16 2025 കന്നിമാസത്തിലെ ആയില്യമാണ്. സർപ്പദോഷം കൊണ്ട് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ ആൾക്കാർക്കും അത്തരം ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വളരെ ഗുണപ്രദമായ ദിവസമാണത്. ഈ ദിവസങ്ങളിൽ സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും അതല്ല എങ്കിൽ ആയില്യവ്രതം എടുക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ സർപ്പദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ്. സർപ്പശാപം കൊണ്ട് പ്രധാനമായി ഉണ്ടാകുന്നത് സന്താന പ്രശ്നമാണ്. സന്താനങ്ങൾ ഇല്ലാതിരിക്കൽ, രണ്ടാമതായി തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ, ചില മാറാവ്യാധികൾ എന്നിവയെല്ലാം സർപ്പശാപങ്ങൾ കൊണ്ടും സർപ്പദോഷങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നതായി ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം തൊലിപ്പുറത്ത് രോഗങ്ങളുള്ളവരും സർപ്പദോഷങ്ങൾ ഉള്ളവരുമെല്ലാം അന്നേ ദിവസം സർപ്പക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. പ്രധാനമായും രാഹുദശ നടക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ കേതുദശ നടക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ അപഹാരങ്ങൾ നടക്കുന്ന ആളുകൾ, ജാതകാൽ ദോഷസ്ഥാനത്ത് രാഹുവോ കേതുവോ നിൽക്കുന്ന ആളുകൾ, ഇതൊക്കെ അറിയുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പലർക്കും തങ്ങളുടെ ദശ ഏതെന്ന് അറിയില്ല. എന്നാലും ഇത്തരത്തിൽ തങ്ങൾക്ക് രാഹുദശ കേതുദശ എന്നിവയൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയുമെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നിർബന്ധമായും സർപ്പക്ഷേത്രങ്ങളിൽ, അതായത് പാമ്പുമേക്കാടുമന, മണ്ണാറശാല, ആമേട മുതലായുള്ള ക്ഷേത്രങ്ങളിലോ, ഇവിടെയൊന്നും പോകാൻ സാധിക്കാത്ത ആളുകൾ തങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പക്കാവിൽ അവിടെ മഞ്ഞപ്രസാദമോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും വഴിപാടുകൾ ചെയ്യുകയോ, അതല്ലെങ്കിൽ പോയി തൊഴുകയെങ്കിലും ചെയ്യുകയോ, അതല്ലെങ്കിൽ തൻ്റെ കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ അടിച്ച് തെളിച്ച് തിരിവയ്ക്കുന്നതിനെങ്കിലും ശ്രമിക്കേണ്ടതാണ്. ഞാൻ മേൽപ്പറഞ്ഞ രോഗദുരിതങ്ങൾ അതല്ലെങ്കിൽ പ്രശ്നം വച്ച് ഇത്തരം ദോഷങ്ങളുണ്ടെന്നോ ജാതകം പരിശോധിച്ച് സർപ്പദോഷങ്ങൾ ഉണ്ടെന്നോ മനസ്സിലാക്കിയ ആളുകൾ മാത്രമല്ല, നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും അന്നേ ദിവസം ക്ഷേത്ര ദർശനം ചെയ്യുന്നത് പിന്നീട് ഇത്തരം ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ ഗുണം ചെയ്യും. സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ കഴിയാത്ത ആളുകൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ ഗുണപ്രദമാണ്. പ്രധാനമായി നിങ്ങൾ അന്നേ ദിവസം ചെയ്യേണ്ട വഴിപാട് 100 പാലും വഴിപാടാണ്. ഈ 100 പാലും വഴിപാട് കന്നിമാസത്തിലെ ആയില്യത്തിന് മാത്രമല്ല, അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ വഴിപാടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കൂടി വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾ സർപ്പക്ഷേത്രങ്ങളിൽ പോയി 100 പാലും വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അത് കഴിയുമെങ്കിൽ പാമ്പുമേക്കാട്, മണ്ണാറശാല, ആമേട മുതലായ ക്ഷേത്രങ്ങളിൽ നേരിട്ട് പോയി ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. അത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നതിനായിട്ട് ശ്രമിക്കുക. ഇതിന് വലിയ പണച്ചെലവൊന്നും വരുന്നതല്ല. ഈ വഴിപാട് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ സർപ്പദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതാണ്. ഇനി സ്ഥലസംബന്ധിയായി സർപ്പദോഷങ്ങളുള്ള ആളുകൾ, അതായത് നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണുന്നു, അത്തരത്തിലുള്ള സ്ഥലദോഷങ്ങൾ, പ്രശ്നവശാലോ സ്ഥലത്തിന് സർപ്പദോഷമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരിലാണ് വഴിപാട് ചെയ്യേണ്ടത്. അതായത് ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ പേരിലല്ല, ആ വീട്ടിലെ ആധാരപ്രകാരം ഒരു പേരുണ്ടാകും ആ സ്ഥലത്തിന്. ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് സർപ്പദോഷം മാറാനായി 100 പാലും വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇത് വളരെ ഫലസിദ്ധിയുള്ളതാണ്. ഇത് ചെയ്ത് ഫലം കിട്ടിയത് കൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഇത് പറയുന്നത്. ഇത്തരത്തിൽ സ്ഥല സംബന്ധിയായി വഴിപാട് ചെയ്തതിന് ശേഷം വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണാറുള്ള ശല്യങ്ങളെല്ലാം മാറിയതായിട്ട് അനുഭവമുണ്ട്. ഇനി ഞാനിവിടെ പറയുന്ന നക്ഷത്രക്കാർ കന്നിമാസത്തിലെ ആയില്യ ദിവസം നിർബന്ധമായും ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യേണ്ടതാണ്. അവർക്ക് നേരിട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ മറ്റാരെങ്കിലും അവരുടെ പേരിൽ ആ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നിലവിലുള്ള സർപ്പദോഷങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുന്നതിന് ഇത്തരം വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അതിലാദ്യമായിട്ട് രാഹു ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. രണ്ടാമതായി കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്രക്കാരും. പൂരം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ നിർബന്ധമായും സർപ്പക്ഷേത്രങ്ങളിൽ പോയി എന്തെങ്കിലും വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. രണ്ടാമതായി കുംഭക്കൂറിലുള്ള അവിട്ടം, ചതയം എന്നീ നക്ഷത്രക്കാരും ചിങ്ങക്കൂറിലുള്ള മകം നക്ഷത്രക്കാരും ഈ വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. കുംഭം, ചിങ്ങം രാശിയിലുള്ള ആൾക്കാരോട് വഴിപാട് ചെയ്യാൻ പറയുന്നതിന് കാരണം അടുത്തതായി രാഹു കേതുവും സഞ്ചരിച്ച് എത്തുന്നത് നിങ്ങളുടെ നക്ഷത്രങ്ങളിലേക്കായിരിക്കും.
അടുത്ത ഒരു വർഷത്തിനുള്ളിൽ രാഹുകേതുക്കൾ, അതായത് 1.5 വർഷമാണ് രാഹുകേതുക്കളുടെ സഞ്ചാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലയളവിനുള്ളിൽ, അടുത്ത കന്നിമാസത്തിനുള്ളിൽ മിക്കവാറും രാഹുകേതുക്കൾ നിങ്ങളുടെ നക്ഷത്രങ്ങളിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വഴിപാട് ഇപ്പോൾ ചെയ്യുന്നത് വരാവുന്ന സർപ്പദോഷങ്ങളെ ഒഴിവാക്കുന്നതിന് വളരെ ഉത്തമമാണ്. അടുത്തതായി കേതുവിൻ്റെ നക്ഷത്രക്കാരായ അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രക്കാരും രാഹുവിൻ്റെ നക്ഷത്രക്കാരായ തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രക്കാരും കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ അന്ന് സർപ്പക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ആയില്യം നക്ഷത്രക്കാരും അന്നേ ദിവസം വഴിപാട് ചെയ്യുന്നതും വളരെ ഗുണപ്രദമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ഏതെങ്കിലും ചെറിയ വഴിപാടുകൾ മാത്രം ചെയ്താൽ മതിയാവും. അതിലും വലിയ വഴിപാടൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതിന് സാധിക്കാത്തവർക്ക് ആയില്യം വ്രതം എടുക്കാവുന്നതാണ്. ബ്രഹ്മചര്യം പാലിച്ച് പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടോ ഭക്ഷണം കഴിക്കാതെയോ ആയില്യത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. അന്നേ ദിവസം നാഗരാജാവിൻ്റെ ഗായത്രി മന്ത്രമോ ഏതെങ്കിലും മന്ത്രങ്ങളോ വിളക്ക് കത്തിച്ച് വെച്ച് അതിനു മുമ്പിലിരുന്ന് ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. സർപ്പദോഷങ്ങൾ നീങ്ങുന്നതിന് വളരെ ഉത്തമമായ ദിവസങ്ങളാണ് തുലാമാസത്തിലെ ആയില്യവും കന്നിമാസത്തിലെ ആയില്യവും. അതുകൊണ്ട് തന്നെ പരമാവധിയും കന്നിമാസത്തിലെ ആയില്യത്തിനന്ന് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനമെങ്കിലും നടത്തുന്നതോ വളരെ ഉത്തമമാണ്. നിങ്ങളുടെ സർവ്വവിധ സർപ്പദോഷങ്ങളും മാറുന്നതിന് മേൽപ്പറഞ്ഞ ക്ഷേത്ര ദർശനം കൊണ്ട് ഉപകരിക്കും. അതിനാൽ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഇനി സർപ്പദോഷം ഇല്ലാതിരിക്കുന്നതിനായിട്ട് അന്നേ ദിവസം പരമാവധിയും ക്ഷേത്ര ദർശനം ചെയ്യുന്നതിനായി ശ്രമിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.